തൃശൂരിലെ പുതുക്കാട് മണ്ഡലത്തിൽ പുതുചരിത്രം രചിക്കാൻ എൻഡിഎ സ്ഥാനാർത്ഥി എ നാഗേഷ്. പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തോടെ എൻഡിഎ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വലിയ മുന്നേറ്റമുണ്ടാക്കിയെന്നും വികസനം പറഞ്ഞാണ് വോട്ട് നേടുന്നതെന്നും എ നാഗേഷ് പറഞ്ഞു. സാനു കെ സജീവ് തയ്യാറാക്കിയ റിപ്പോർട്ടുകൾ. വഴിമുട്ടിയ പുതുക്കാടിന് വഴികാട്ടാൻ വേണ്ടിയാണ് എൻഡിഎ സ്ഥാനാർത്ഥി എ നാഗേഷ് ഇവിടെ മത്സരിക്കുന്നത്. വലിയ രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ്. കാരണം തെരഞ്ഞെടുപ്പിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാറുകയാണ് പുതുക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ സുരേഷ് ഗോപിക്ക് ഐതിഹാസികമായിട്ടുള്ള വിജയം സമ്മാനിക്കുന്നതിനൊപ്പം നിന്ന നിയോജക മണ്ഡലം കൂടിയാണ് പുതുക്കാട്. ആ പുതുക്കാട് ഇത്തവണ വലിയ രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നത്. നമുക്ക് എൻഡിഎ സ്ഥാനാർത്ഥി എ നാഗേഷ് നമ്മളോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് പോരാട്ടം എന്നൊക്കെ അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെയൊക്കെ അവസാന ലാപ്പിലേക്ക് എത്തുകയാണ്. എത്രത്തോളം ആവേശത്തിലാണ് ഇപ്പോൾ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? ദിവസം അടുക്കുന്നോറും ദേശീയ ജനാധിപത്യ സഖ്യത്തിന് ഏറ്റവും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഏറെ സന്തോഷം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ താമരയ്ക്ക് വോട്ട് ലഭിച്ച മണ്ഡലം ഈ പുതുക്കാട് നിയോജക മണ്ഡലമാണ്. 62,000 വോട്ട് ലഭിച്ച ഈ മണ്ഡലത്തിൽ എന്തായാലും 100% ഇത്തവണ ഏറ്റവും കൂടുതൽ താമരയ്ക്ക് വോട്ട് ചെയ്യുന്നതും അതുപോലെ ജയിക്കുന്ന ആദ്യ മണ്ഡലം അത് പുതുക്കാടായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ച് 5-ലധികം നിയോജക മണ്ഡലങ്ങൾ വിജയിക്കാനെല്ലാ സാധ്യതയുമുണ്ട്. അതിലാദ്യ മണ്ഡലം അത് പുതുക്കാടാണ് എന്നതാണ് ഞങ്ങളെ ഏറെ സന്തോഷിപ്പിക്കുന്നു. ജനങ്ങൾ ദിനം പ്രതി ഭാരതീയ ജനതാ പാർട്ടിക്ക് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായ നിലപാടാണ് ഈ മണ്ഡലത്തിൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ പ്രധാനമന്ത്രി വന്ന് തൃശ്ശൂരിലെ വോട്ടർമാരെയൊക്കെ നേരിൽ കണ്ട് നിങ്ങൾക്കൊക്കെ വോട്ട് അഭ്യർത്ഥിച്ച് പോയിരിക്കുകയാണ്. പ്രധാനമന്ത്രിയുടെ സന്ദർശനമൊക്കെ നമ്മുടെ വിജയത്തിന്റെ മാറ്റുകൂട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനം എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ ഏറെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നല്ല ആവേശം പകർന്നിട്ടുണ്ട്. അത് 100% പ്രവർത്തകന്മാർ വളരെ ആവേശത്തിലാണ്. 2 മുന്നണിക്കും ബദലായി 3-ാം ബദലിൻ്റെ പ്രധാനമന്ത്രിയുടെ ആഹ്വാനം എല്ലാ പ്രവർത്തകരും ഏറ്റെടുത്ത് അത് നടപ്പാക്കാനുള്ളത്. ആ കേരളത്തിൽ നടപ്പാക്കുന്ന സമയത്ത് അത് ഏറ്റവും കൂടുതൽ MLA-മാരുള്ള ജില്ലയായി തൃശ്ശൂർ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനായിട്ട് പ്രധാനമായിട്ട് തെരഞ്ഞെടുത്ത തൃശ്ശൂരാണ്. അപ്പം വളരെയേറെ പ്രാധാന്യത്തോടു കൂടി BJP കേന്ദ്ര നേതൃത്വം കാണുന്നു അല്ലേ? ദേശീയ അധ്യക്ഷനായി നിതിൻ നബീൻ ചുമതല ഏറ്റെടുത്ത ശേഷവും ആദ്യം സന്ദർശിച്ചത് തൃശ്ശൂർ തന്നെയാണ്. തൃശ്ശൂരിൻ്റെ ചരിത്രം പരിശോധിക്കുന്ന സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏത് വളർച്ചയുടെ ഇതും തൃശ്ശൂരിൽ നിന്നാണ് തുടക്കം. സുരേഷ് ഗോപി ജയിക്കുന്നതിന് മുമ്പ് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും വോട്ട് വർദ്ധിച്ചതും ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് പ്രവർത്തനം പരിശോധിക്കുന്ന സമയത്ത് വെറും 80,000-ൽ നിന്ന് 2,80,000-ലേക്ക് അപ്പുറത്തേക്ക് വന്നതും തൃശ്ശൂർ ജില്ലയാണ്. പടിപടിയായി സംഘടനാ രംഗത്തും ജനങ്ങളുടെ ഇടയിലും സ്വാധീനം ഉറപ്പിച്ച് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അതിശക്തമായ സാന്നിധ്യമുള്ള ജില്ലയാണ് തൃശ്ശൂർ. അതുകൊണ്ടാണ് സുരേഷ് ഗോപി 1 ലക്ഷം വോട്ടുണ്ടായിരുന്നു 3 ലക്ഷം വോട്ടാക്കാനും ആ 3 ലക്ഷത്തിൽ നിന്ന് വിജയത്തിലേക്ക് എത്താനും സാധ്യമായത്. അത് തന്നെയാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം, അത് തന്നെയാണ് ഞങ്ങളുടെ കരുത്ത്. 100% ഞങ്ങൾ വിജയപ്രതീക്ഷ 100% ജനങ്ങൾ അംഗീകരിക്കുന്ന മട്ടിലാണ് ഞങ്ങളുടെ പര്യടനങ്ങളൊക്കെ തന്നെ പോകുന്നത്. എന്നാലും നാഗേഷിന്റെ പ്രചാരണം തുടരുകയാണ്. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ വികസനത്തിലൊക്കെ ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പുതുക്കാട്. ആ പുതുക്കാട് മാറ്റം കൊതിക്കുകയാണ്. വഴിമുട്ടിയ പുതുക്കാടിന് വഴി കാട്ടും എന്നാണ് നാഗേഷ് വ്യക്തമാക്കിയിട്ടുള്ളത്. മനുകൃഷ്ണയ്ക്കൊപ്പം സാനു കെ സജീവ്, ജനം, തൃശ്ശൂർ.